തൃശൂർ നഗരത്തിൽ ATM തകർത്ത് മോഷണ ശ്രമം എന്ന വാർത്തയിലേക്കാണ്. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. അലാം അടിച്ചതോടെ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. MS സുലീഷ് വിവരങ്ങൾ നൽകും. തൃശൂർ ചക്കാമുക്കിലുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ATMിലാണ് കവർച്ചാ ശ്രമം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ATMിനകത്ത് മോഷ്ടാവ് കടന്ന് ATM അത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് തുറക്കാനായുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ബാങ്കിൻ്റെ സുരക്ഷാ അലാം മുഴങ്ങുകയും അതിനോടൊപ്പം തന്നെ ബാങ്കിൻ്റെ സീനിയർ മാനേജർക്ക് ഉൾപ്പെടെ ഇതിൻ്റെ സന്ദേശം പോവുകയും ചെയ്തു. അതോടുകൂടി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ അതിനു മുൻപ് തന്നെ മോഷ്ടാവ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മുഖം മൂടിയ നിലയിലായിരുന്നു ഈ മോഷ്ടാവ് എത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ പണമോ മറ്റൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ബാങ്കിൻ്റെ സുരക്ഷാ അലാം മുഴങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഈ മോഷ്ടാവ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ബാങ്കിൻ്റെ ഈ ഒരു ATM ബാങ്കിനോട് ചേർന്ന് തന്നെയുള്ള ചക്കാമുക്കിലെ ATMിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കവർച്ചാ ശ്രമം നടന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചത് ശരിക്കും? ഏത് സമയത്താണ് സംഭവിച്ചത്? രാത്രി ഒരു 12:50 ടൈം വന്നത്. മോഷ്ടാവ് റെയിൽവേ വഴിയാണ്, ആ വഴി കയറി വന്നു. എന്നിട്ട് ബാങ്കിൻ്റെ സൈഡിൽ കൂടെ ATMിൽ കടന്നു. ലോക്ക് അവർ ഓപ്പണാക്കി. പക്ഷേ മെഷീൻ കട്ട് ചെയ്യുമ്പോഴേക്കും അലാം അടിച്ച കാരണം ആൾ ഓടി രക്ഷപ്പെട്ടു. അത്രയുണ്ടായി. ഈ CCTVയിൽ മുഖമോ അങ്ങനെ എന്തെങ്കിലും മുഖം മൂടി ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മുഖം ഫേസ് കാണില്ല. മുമ്പ് നമ്മളുടെ ഇവിടെ ഏതെങ്കിലും ATMകളിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇല്ല. PNBയുടെ ATMിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിപ്പം ആദ്യം ഈ നമ്പർ ലോക്ക് തകർത്ത് അകത്ത് ഇത് പൊളിക്കാനായിട്ടുള്ള ശ്രമം നടന്നു. അത്ര ആയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. അപ്പോഴേക്കും അലാം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ സുരക്ഷാ അലാം മുഴങ്ങിയതിനാൽ തന്നെ മറ്റ് യാതൊരു വിധത്തിലും പണമോ മറ്റൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. നിലവിൽ വെസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTVയിൽ കൃത്യമായ മോഷ്ടാവിൻ്റെ മുഖം പതിഞ്ഞിട്ടില്ല. കാരണം അയാൾ മുഖം മൂടി ധരിച്ച ആണ് ഈ ATMിനകത്തേക്ക് എത്തിയത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല.